ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, രാവിലെ തന്നെ നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് ഈ വേർപ്പും പിന്നെ ഡ്രസ്സിൽ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ. സോ നമ്മുടെ കോഴിക്കോടിലുള്ള ഒരു നമ്മുടെ ചകിരി ചോറ് ഇട്ടുണ്ടായിരുന്നു മാറ്റാറായിരുന്നു. സോ അത് മാറ്റലും പരിപാടിയൊക്കെ ആയിരുന്നു. സോ പിന്നെ നമുക്ക് നമ്മുടെ പ്ലാവുമെന്ന് ഒരു വലിയ ചക്ക കിട്ടിയിട്ടുണ്ട്. സോ അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ടേക്കാം കേട്ടോ. അതൊന്ന് കണ്ടേക്ക്. ഞാൻ തമിഴിൽ ഇട്ടേക്കുന്നത് ആ സംഭവമാണ്. പിന്നെ ഇനിയിപ്പോൾ ആ ചക്ക വെട്ടി എങ്ങനെയാ ചോള അങ്ങനത്തെ കാര്യങ്ങളൊന്ന് നോക്കണം. പിന്നെ നമ്മൾ കിൻകുട്ടനെ ഇവിടെ പുറത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി കിട്ടാൻ വേണ്ടി ഒന്ന് പുറത്തിട്ടേക്കായിരുന്നു. സോ ഇനി ഇത് ഫുള്ള് ഇച്ചിരിയും കൂടിയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് റെഡിയാക്കി എടുക്കണം. സോ എന്തായാലും കഴുകട്ടെ. അപ്പം ഇന്ന് ഫുള്ള് നല്ല വെയിലും ക്ലിയർ കൈയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ട നല്ല അടിപൊളി കൈയും കാര്യങ്ങളൊക്കെ. സോ എന്തായാലും ഞാൻ മെക്കിൻകുട്ടനെ കഴുകാൻ വേണ്ടി തൊപ്പി വെച്ചിട്ട് കഴുകണം. കാരണം വെയിൽ ഭയങ്കര വെയിലാണ്. സോ എന്തായാലും കഴുകട്ടെ. പൈസപ്പതേ ചെക്കനെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിലുള്ള അതിനും കുറച്ച് നേരം ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് സെറ്റാക്കി ഒന്ന് തുടച്ചെടുക്കാം. പൈസപ്പതേ മെക്കിൻകുട്ടനെ ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, റിഫ്ലക്ഷൻ നല്ല രീതിയിൽ കാണുന്നുണ്ടോ. സോ ക്ലീൻ ആക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കാർ പോർച്ചിലേക്ക് കയറ്റിയിടാൻ മാത്രമേ വേണ്ടൂ. ഗൈസ്, നമ്മുടെ ചക്ക വെട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ചോള ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ചോള പറിക്കുമ്പോഴത്തേ കണ്ട നല്ല വലിയ വലിയ ചോളകളാണ്. നല്ല നീളവും വണ്ണമൊക്കെയുള്ള ടൈപ്പ് ചോളകളാണ് കേട്ടോ. ഇത്രയും വലുപ്പത്തിലൊക്കെയാണ് ചോളകൾ ഉണ്ടാവട്ടെ നമ്മുടെ അവിടുത്തെ ചക്കയ്ക്ക്. സോ നല്ല വലിയ ചക്ക ആയതുകൊണ്ട് തന്നെ വലിയ ചോളയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ഇത്ര വലിയ ചോള നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. സോ എന്തായാലും സംഭവം പഴുപ്പായിട്ടുമില്ല, എന്നാൽ മൂപ്പിച്ചിരി കൂടിയിട്ടുണ്ട്. സോ കറി ജസ്റ്റ് ഒന്ന് ഒരു ദിവസം വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥിതിയാണ്. സോ എന്തായാലും പഴുപ്പിക്കാൻ വെക്കണമെന്നാണ് പറഞ്ഞ മമ്മി. സോ അത് പഴുത്ത് കിട്ടുമെന്ന് നോക്കാം, എന്താണെന്നുള്ള അവസ്ഥ നോക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചക്കയിൽ ചെറിയൊരു പോർഷൻ അരിഞ്ഞിട്ട് നമ്മൾ ചക്ക വറുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ചക്ക വറുത്തത് അടിപൊളിയായി വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൊതിയാവുന്നില്ല കാണുമ്പോൾ. സോ ഗൈസ്, ഇത്രയോടെ നമ്മൾ നിന്നിട്ട് വീഡിയോ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇന്നും ഉണ്ടായില്ല, എന്നാലത്തെ പോലെ തന്നെയായിരുന്നു. സോ നിങ്ങൾ ഇത്ര ഞാൻ കണ്ടിരുന്നെങ്കിൽ വളരെയധികം നന്ദി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. സോ നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടിപൊളിയാക്കാൻ നോക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.